ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദേ നയിക്കുന്ന ശ്രീമദ് ഭാഗവത പഠന ക്ലാസ് 147-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായം 45 വരെയുള്ള ശ്ലോകങ്ങളാണ് എടുത്തത്. ഇന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യംബ്രവ്രജന്തമനുപേതമുപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദുസ്തം സർവഭൂതഹൃദയം നമാമോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയത്. ഒരു മാസത്തോളമായി എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നീളാറില്ല എങ്കിലും ഒരു ചെറിയ വെക്കേഷൻ പോലെ നമുക്കത് കണക്ക് കൂട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവാം. പല സൗകര്യങ്ങളും പല പല പ്രശ്നങ്ങളും യാത്രകളും ഒക്കെ പെട്ടെന്ന് വന്നു കൂടിയത് കൊണ്ടാണ്, അല്ലാതെ കുഴപ്പമുണ്ടല്ല. എങ്കിലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് സഹകരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസിന്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. 3-ാം സ്കന്ധം 5-ാം അധ്യായത്തിലെ 46 മുതലാണ്, പക്ഷെ എൻ്റെ 45ആണ്. ഞാൻ ആ ഒരു ശ്ലോകം എടുത്തിട്ട് തുടങ്ങാം, ഒരു ലിങ്കിന് വേണ്ടിയിട്ട്. സൃഷ്ടിക്രമത്തെക്കുറിച്ചാണ് വർണ്ണിച്ചു കൊണ്ടുവന്നത്. പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, അതിൻ്റെ ദേവതകൾ ഭഗവാനെ സ്തുതിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്കാണ് വന്നത്. ആ സ്തുതിയാണ് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നത്. പലർക്കും ഓർമ്മയുണ്ടാവും, എങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാനേന തേ ദേവകഥാസുധായാഹം പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യഭാരം പ്രതിലഭ്യബോധം യഥാഞ്ജഫാൻവീയുരകുണ്ഠധിഷ്ണ്യം. ഹേ ദേവാം, തേ കഥാസുധായാഹ പാനേന, നിന്റെ കഥാസുധയുടെ പാനം കൊണ്ട്, നിന്റെ കഥയാകുന്ന അമൃതം പാനം ചെയ്യുന്നത് കൊണ്ട്, പ്രവൃദ്ധ ഭക്തിയ, ഭക്തി വർദ്ധിച്ചിട്ട്, വിശദാശയ, വിശദമായ ആശയത്തോടു കൂടിയ ഭക്തി വർദ്ധിച്ചിട്ട്. ആരാണോ? വൈരാഗ്യഭാരം ബോധം പ്രതിലഭ്യ, വൈരാഗ്യത്തിൻ്റെ ഭാരമായ ബോധത്തെ തിരിച്ചു കിട്ടിയിട്ട്. പ്രതിലഭ്യ യഥാ, എപ്രകാരമാണോ, അഞ്ജഫ പെട്ടെന്ന്, അന്വീയുഹു അടുക്കലേക്കെത്തി, അകുണ്ഠധിഷ്ണ്യം, അകുണ്ഠം ച വൈകുണ്ഠം എന്നർത്ഥം, കുണ്ഠതയില്ലാത്ത അവസ്ഥ. ധിഷ്ണ്യം ഇരിപ്പിടം എന്നാണ്. കുണ്ഠതയില്ലാത്ത ഇരിപ്പിടം, അതാണ് വൈകുണ്ഠലോകം. ആ വൈകുണ്ഠലോകത്തെ അന്വീയുഹു പ്രാപിച്ചു. കാരണം അങ്ങയോടുള്ള പരമമായ പ്രേമം കൊണ്ട് ഭൗതിക ലോക ജീവിതത്തിലെ നിസ്സാരങ്ങളായ വിഷയങ്ങളോട് വിരക്തി ഉണ്ടായിട്ട് ജീവാത്മ പരമാത്മാവിൻ്റെ ഐക്യമാണ് മോക്ഷമെന്നുള്ള ബോധം ഉറപ്പിച്ചിട്ട് ഒരു ക്ലേശവും കൂടാതെ അങ്ങയുടെ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നു ചിലർ. ഭക്തി കൊണ്ട് മാത്രം ഈ വൈകുണ്ഠത്തിലേക്ക് എത്താൻ പറ്റും. ഭക്തി കൊണ്ട് മാത്രം പോരാ, ഭക്തി കൊണ്ട് വിരക്തി ഉണ്ടാകണം. ആ വിരക്തി കൊണ്ട് ജ്ഞാനവും ഉണ്ടാകും. ഭക്തി, വിരക്തി, ജ്ഞാനം, ഈ 3 വിഷയത്തെക്കുറിച്ചാണ് പറയുക. അപ്പം
അങ്ങയുടെ കഥാഫുധയുടെ പാനം കൊണ്ടാണ് ഭക്തി ഉണ്ടാകുക. വിശദാശയമായ ഭക്തി ആർക്കാണോ വർഷിച്ചു വരുന്നത്, അതുകൊണ്ട് അവരെ വൈരാഗ്യഭാരമായ ബോധം കിട്ടും. അപ്പം ഭക്തിയായി വൈരാഗ്യമായി. അതുകൊണ്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് എത്താം എന്നുള്ള മോക്ഷ പദവിയുമായി. അതുകൊണ്ട് ഹേ ദേവ, അങ്ങയുടെ കഥാശ്രവണം കൊണ്ട് തന്നെ വിരക്തിയും ജ്ഞാനവും ഉണ്ടായി മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുറപ്പാണ് എന്ന് പഞ്ചഭൂതങ്ങളിലെ ദേവതകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുക. പാനേന തേ ദേവ കഥാസുധായ പ്രവൃത്ത ഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ജസാന്വീയുരകുണ്ഠശിഷ്ണ്യം. ഹേ ദേവ, തേ കഥാസുധായാ പാനേന പ്രവൃത്ത ഭക്ത്യാ യേ വിശദായാ തേ വൈരാഗ്യസാരം ബോധം അഞ്ജസാ പ്രതിലഭ്യ അകുണ്ഠധിഷ്ണ്യം അന്വീ. പാനേന തേ ദേവ കഥാസുധായ പ്രവൃത്ത ഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ജസാന്വീയുരകുണ്ഠധിഷ്ണ്യം. പാനേന തേ ദേവ കഥാസുധായ പ്രവൃത്ത ഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ജസാന്വീയുരകുണ്ഠധിഷ്ണ്യം. അഥാപരേജാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാം നതു സേവയാ തേ. തഥാ അതുപോലെ അപരെ വേറെ ചിലര് ച അപരേ ച ആത്മസമാധി യോഗബലേന വേറെ ചിലര് ആത്മസമാധി കൊണ്ട് ജീവാത്മാവിനെ ധ്യാനയോഗം കൊണ്ട് പരമാത്മ ചൈതന്യത്തിലേക്ക് ഉറപ്പിച്ചു ശീലിക്കുന്ന സമാധി യോഗം, അഷ്ടാംഗയോഗങ്ങൾ കൂടി അനുഷ്ഠിച്ചു വരുന്ന ആത്മസമാധി യോഗം കൊണ്ട് ബലേന ബലിഷ്ഠാം പ്രകൃതിം ജിത്വാ അതിൻ്റെ ശക്തി കൊണ്ട് ബലിഷ്ഠമായ പ്രകൃതിയെ ജയിച്ചിട്ട്, ധാരാളം ബലമുള്ള പ്രകൃതിയെ ജയിച്ചിട്ട് ധീരാഹ ത്വാമേവ പുരുഷം വിശന്തി ആ ധീരന്മാർ അങ്ങയെ തന്നെ, പുരുഷനായ അങ്ങയെ തന്നെ പ്രാപിക്കും. തേഷാം ശ്രമസ്യാത് അവർക്ക് അങ്ങയുടെ സേവ കൊണ്ടുള്ള ആ ശ്രമം നസ്യ ഉണ്ടാവില്ല. തേ സേവയാണ് അങ്ങയെ സേവിക്കുന്നത് കൊണ്ട് അതുകൊണ്ടുള്ള പ്രയാസം അവർ അറിയില്ല. അഷ്ടാംഗയോഗത്തിൽ കൂടിയുള്ള ധ്യാനമാർഗം അനുഷ്ഠിച്ച് സമാധ്യവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വളരെ ക്ലേശമുണ്ട്. ആ ക്ലേശം അറിയില്ല അങ്ങനെയുള്ള ഭക്തി. ചിലരങ്ങനെയാണ്. ആ യോഗാനുഷ്ഠാനത്തിലൂടെയാണ് അവർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ആ ആത്മബോധം കൊണ്ടാണ്, ദേഹം ഞാനല്ല എന്നുള്ള അവബോധം കൊണ്ട് ആ പരമാത്മ ചൈതന്യത്തിലേക്ക് അവർ എത്തിച്ചേരും. അപ്പം ഈ ധ്യാനയോഗം കൊണ്ട് പറ്റും. പക്ഷെ അവിടെയും ഒരു ഭക്തിയുടെ ലാഞ്ചന ഉണ്ടാവണം. അതേപോലെ വിരക്തി ഉണ്ടാകണം, ജ്ഞാനം ഉണ്ടാകണം. ഏത് യോഗം അനുഷ്ഠിച്ചാലും ജ്ഞാനത്തിൽ കൂടി മാത്രമേ മോക്ഷം ലഭിക്കാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിക്കാൻ. തഥാപരേ ആത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം സമസ്യാന്നതു സേവയാ തേ. തഥാ അപരേ ച ധീരാഃ ആത്മസമാധിയോഗബലേന ബലിഷ്ഠാം പ്രകൃതിം ജിത്വാ പുരുഷം ത്വാം ഏവ വിശന്തി തേഷാം സമഃ സ്യാത്.
ते सेवया न श्रमस्य तथा परे चात्मसमाधियोगबलेन जित्वा प्रकृतिं बलिष्ठां त्वामेव धीरा पुरुषं विशन्ति तेषां श्रमस्य न तु सेवया ते तथा परे चात्मसमाधियोगबलेन जित्वा प्रकृतिं बलिष्ठां त्वामेव धीरा पुरुषं विशन्ति तेषां श्रमस्य न तु सेवया ते तत्ते वयं लोकसुसृक्षयाद्य त्वया अनुसृष्टस्त्रिभिरात्मभिस्म सर्वेऽपि युक्ताः स्वविहारतन्त्रं न शक्नुमस्तत्प्रतिहस्तवेदे തദ്ദേത്തെ അതുകൊണ്ട് അങ്ങയെ സംബന്ധിക്കുന്ന വയം ഞങ്ങൾ ലോകസുസൃക്ഷ അദ്യ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ലോകസുസൃഷ്ടയ സൃഷ്ടും ഇച്ഛ സുസൃഷ്ട ലോകസുസൃഷ്ടയ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അദ്യ ഇന്ന് ത്വയാ അനുസൃഷ്ടാഹ അങ്ങയിൽ നിന്ന് വീണ്ടും വീണ്ടും ഉണ്ടായതായ ഒന്നിനു പുറകെയായി ഉണ്ടായ ത്രിഭിഹി ആത്മഭിഹി മൂന്ന് ആത്മസ്വരൂപത്താൽ ആത്മാവിൻ്റെ മൂന്ന് അംശങ്ങൾ കൊണ്ട് അതാണ് ത്രിഗുണങ്ങൾ. സത്വം രജസ് തമസ് എന്ന ത്രിഗുണങ്ങൾ ആത്മാവിൻ്റെ അംശഭൂതങ്ങളാണ്. അവകളെ കൊണ്ട് സർവേ വിയുക്താഹ ഞങ്ങളൊക്കെയും വേർപെട്ടവരായി സ്വവിഹാരതന്ത്രം അവരവരുടെ വിഹാരതന്ത്രത്തെ കളിസ്ഥലത്തെ അവരവരുടെ ക്രീഡാസ്ഥാനത്തെ ന ശക്നുമസ്തത് പ്രതിഹത്തവേത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കാനായിട്ട് ന ശക്നുമ ഞങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നില്ല. ശ്ലോകത്തിലും ഭക്തി കൊണ്ട് വിദഗ്ധിയും ജ്ഞാനവും വേണ്ടി ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നവരാണ്. ലോകങ്ങളെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അങ്ങ് വാസ്തവത്തിൽ ആ ത്രിഗുണങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കും. ഗുണങ്ങൾ പലതാണ് എന്നുള്ളത് കൊണ്ട് അത് വേറെ വേറെ നിൽക്കുകയും ചെയ്യും. വൈവിധ്യം കൊണ്ട് വിവിധമായി നിൽക്കും. അങ്ങേക്ക് കൽക്കരിച്ചിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അങ്ങേക്ക് നൽകുക ഞങ്ങൾ ശക്തരല്ല. ഞങ്ങളെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നില്ല. ഈ പ്രപഞ്ചമെന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു കൂടിയേ പറ്റൂ. ഞങ്ങൾ ഒന്നിച്ചു കൂടിയ നിൽക്കുകയാണ്, കൂടിച്ചേരില്ല. അങ്ങനെ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിന് ശക്തരായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അങ്ങേക്ക് സമർപ്പിക്കാൻ ശക്തരല്ല. തത്തേ വയം ലോക സുസൃക്ഷയാദ്യം ത്വയാ അനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മം സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തൽ പ്രതിഹത്തവേദേ തത് തേ വയം ലോകസുസൃക്ഷയാ ത്രിഭിഃ ആത്മഭിഃ ത്വയാ അനുസൃഷ്ടാഃ സർവേ വിയുക്താഃ തത് സ്വവിഹാരതന്ത്രം തേ പ്രതിഹത്തവേ ന ശക്നാഃ തത്തേ വയം ലോകസുസൃക്ഷയാദ്യ ത്വയാ അനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മ
സർവേ വിയുക്താഃ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തത്പ്രതിഹത്തവേ തേ തത്തേ വയം ലോകസുസൃക്ഷയാദ്യം ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മ സർവേ വിയുക്താഃ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തത്പ്രതിഹത്തവേ തേ യാവദ്ബലിം തേജഹരാമകാലേ യഥാ വയം ചാന്നമധാമയത്രാം യഥോഭയേഷാം തൈമേ ഹി ലോകാ ബലിം ഹരന്തൊന്നമദന്ത്യനൂഹാഹം. യാവത് യാതൊരു കാലം വരെയാണോ ബലിം തേ അങ്ങേക്കുള്ള വലിയ പൂജയെ അജ അല്ലയോ ജന്മരഹിതനായ ഭഗവൻ ഹരാമ കാലേ ഹരാമ ഹരിക്കുന്നു സമർപ്പിക്കുന്നു കാലേ കാലത്തിൽ ബലിയെ സമർപ്പിക്കുന്നു ബലിം ഹരാമ യഥാവയം ച അന്നമദാമയത്ര എങ്ങനെയെന്നാൽ ഞങ്ങൾ അന്നത്തെ ഭക്ഷിക്കുന്നത് എപ്രകാരമാണോ യഥാവയം ച അന്നം അദാമ എത്ര അദാമ ഭക്ഷിക്കുന്നു അന്നം അദാമ അന്നത്തെ ഭക്ഷിക്കുന്നു യഥാ ഉഭയേഷാം തൈമേഹി ലോകാ എപ്രകാരമെന്നാൽ ഈ രണ്ട് ലോകങ്ങളും ബലിം ഹരന്തോ അന്നമദന്തി അനൂഹാ ബലിയെ പൂജാദ്രവ്യങ്ങളെ ഹരന്തഹ സമർപ്പിക്കുന്നവരായി ഈ ലോകങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി ബലി അർപ്പിക്കുന്നവരായി തീർന്നിരിക്കുന്നു. അനൂഹാഹ തടസ്സം ഇല്ലാത്തവരായിട്ട് അന്നത്തെ അതന്തി ഭക്ഷിക്കുന്നുവോ. അപ്പം ജ്ഞാനവും വിരക്തിയും ഭക്തി ഏതുവിധമായ ജ്ഞാനമാണ് ഈ മോക്ഷത്തിന് ഉപയോഗിയായി തീരേണ്ടത് എന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനമായി ജ്ഞാനസ്വരൂപം എന്താന്ന് പറയുക. പൂജാദ്രവ്യങ്ങൾ അങ്ങേയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കണം. ഈ സമർപ്പണം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള അറിവ് ജ്ഞാനം ഉണ്ടാവണം. അതുവരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അന്നം ഭക്ഷിക്കാൻ കഴിയുകയും വേണം. എങ്കിലേ ഇതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടാവുകയുള്ളൂ. ഞങ്ങൾ ഒന്നിച്ചു കൂടിയാൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ വെവ്വേറെ നിന്നുകൊണ്ട് ഞങ്ങളുടെ പൂജാദ്രവ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അത് എങ്ങനെ സമ്പൂർണമാകുമോ അപ്പോഴാണ് ഞങ്ങൾക്ക് ജ്ഞാനത്തിനുള്ള സാമർഥ്യം കഴിവ് ഉണ്ടാകുക. അങ്ങനെ ജ്ഞാനത്തെയും ഓരോ ക്രിയകൾ ചെയ്യുവാനുള്ള സാമർഥ്യത്തെയും അങ്ങ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരഞ്ചു പേരും അഞ്ചായിട്ട് നിലനിൽക്കുകയാണ്, ഒന്നിച്ചു കുടിച്ചിരുന്നില്ല. ഈ 5 പേർക്കും ആവശ്യമായ അന്നങ്ങൾ പ്രകൃതിയിൽ തന്നെ കിട്ടുന്നുണ്ട്, അതിവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ എന്നും നിലനിൽക്കുന്നത്. പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയുള്ള അന്നങ്ങൾ പ്രകൃതിയിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വയം സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത് ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി അന്നം ഭക്ഷിക്കാനുള്ള കഴിവുണ്ടാകണം. അതേപോലെ ഈ 2 പേർക്കും അന്നത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ബലി അർപ്പിക്കുന്നുണ്ട്. ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾക്ക് വേണ്ട ജ്ഞാനം അങ്ങ് സമ്പാദിച്ചു തരണമേ എന്ന് പ്രാർത്ഥനയാണ്. യാവത് ബലിം തേജഹരാമകാലേ യഥാവയം ചാന്നമദാമയത്രാം യഥോഭയേഷന്ത ഇമേഹി ലോകാഹം ബലിം ഹരന്തൊന്നം അദന്ത്യനൂഹാഹം. ഹേ അജ, യാവത് വയം തേ കാലേ ബലിം ഹരാമ എത്ര സ്ഥിതാഃ വയം ച
अन्नम अदाम यथा ते इमे लोकाः उभयेषां बलिं हरन्तः अनूहाः अन्नम अदन्ति यावद्बलिं ते जभरामकाले यथा वयं च अन्नमदाम यत्रां यथोभयेषां तैमे हि लोकाः बलिं हरन्तोऽन्नमदन्त्यनूहाः यावद्बलिं ते जहरामकाले यथा वयं च अन्नमदाम यत्रां यथोभयेषां तैमे हि लोकाः बलिं हरन्तोऽन्नमदन्त्यनूहाः त्वं नः पुराणामसि अपि सन्वयानं कूटस्थाद्यपुरुषपुराणं त्वं देवशक्त्यं गुणकर्मयोनौ രേതസ്ത്വജായം കവിമാദധേജം ത്വം അങ്ങ് നഹ ഞങ്ങളുടെ പുരാണാം ഈ ദേവന്മാരുടെ പാന്വയാനാം അന്വയത്തോടുകൂടിയ കുലത്തോടുകൂടിയ ഞങ്ങളുടെ കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം കൂടസ്ഥനാണ്, ആദ്യനാണ്, പുരുഷനാണ്, പുരാണനാണ് അങ്ങ്. കൂടത്തിലിരിക്കുന്നവൻ, അനങ്ങാതിരിക്കുന്നവൻ, നിശ്ചലനായിരിക്കുന്നവൻ. ആദ്യമായി ഉണ്ടായവൻ, പുരുഷൻ പുരത്തിൽ ശയിക്കുന്നവൻ, പുരാണൻ പണ്ടേ ഉള്ളവൻ. കൂടസ്ഥ ആദ്യ പുരുഷ പുരാണം ത്വം ദേവശക്തിയാം ഗുണകർമ്മയോനൗ അങ്ങ് ദേവശക്തി ഗുണകർമ്മങ്ങളുടെ യോനിയായ ഉത്പത്തിസ്ഥാനമായ ദേവശക്തി രേതഃ തു അജായാം കവിം ആദധേജ രേതസ് ബീജത്തെ തു ആകട്ടെ അജായാം കവിം ആദധേ അജ അജായാം അജയി കവിം ആദധേ ജ്ഞാനസ്വരൂപത്തെ കവി എന്നുള്ളതിനെ ക്രാന്തദർശി, വിവേകബുദ്ധിയുള്ളവൻ, ജ്ഞാനസ്വരൂപൻ എന്നൊക്കെ അർത്ഥം പറയാം കവിക്ക്. അങ്ങനെയുള്ള ആ കവിയെ അജഹ ജനനമരണമില്ലാത്തവനായ ആദധേ ആദധാനം ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്നർത്ഥം. എല്ലാ പേരെയും സംരക്ഷിക്കുക എന്നുള്ള അങ്ങയുടെ കടമയാണ്. കാരണം അങ്ങ് എല്ലാവരുടെയും പിതാവാണ്. അങ്ങയോട് അനുബന്ധമായി ചേർന്നിരിക്കുന്ന ദേവന്മാരായ ഞങ്ങൾ പഞ്ചഭൂതങ്ങളുടെ അഭിമാന ദേവതകളാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് എല്ലാവരുടെയും ജനകനായ അങ്ങയിൽ നിന്ന് അനുഗ്രഹമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്കൊക്കെ മുമ്പേ ഉള്ളവനാണ് അങ്ങ്, എന്നും ഉള്ളവനാണ്, ജന്മാതിരഹിതനാണ്, ഈശ്വരനാണ്. അങ്ങനെയുള്ള അങ്ങ് ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായി. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു പഠിച്ചത്. അങ്ങനെയുള്ള അങ്ങയുടെ ശക്തിസ്വരൂപമായ മായയിൽ നിന്ന് അങ്ങയുടെ വീര്യമെന്ന മഹത്തത്വത്തെ അങ്ങ് ആധാനം ചെയ്തു സ്വീകരിച്ചു. അതിൽ നിന്നല്ലേ വാസ്തവത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അങ്ങാകട്ടെ ജന്മമരണങ്ങളില്ലാത്തവനുമായ അങ്ങിൽ നിന്നാണ് സമസ്ത ജീവജാലങ്ങളും ഇവിടെ ഉണ്ടായത് എന്ന് ത്വം പുരാണാസി സന്വയാനം കൂടസ്ഥ ആദ്യപുരുഷപുരാണം ത്വം ദേവശക്തിയം ഗുണകർമ്മയോരു ഏതസ്ത്വജായം കവിമാദധേജം. ഹേ ദേവ, പാന്വയാനാം പുരാണം നഃ ആദ്യഃ പുരാണഃ പുരുഷഃ കൂടസ്ഥഃ ത്വം അസി അജഃ ത്വം ഗുണകർമ്മയോനൗ
ശക്തിയാം അജായാം കവിം രേതഃ ആദധേ ത്വം നഃ പുരാണാമസി സന്വയാനാം കൂടസ്ഥാദ്യ പുരുഷപുരാണം ത്വം ദേവശക്യം ഗുണകർമ്മയോനൗ രേതസ്ത്വജായം കവിമാദധേജം ത്വം നഃ പുരാണാമസി സന്വയാനാം കൂടസ്ഥാദ്യ പുരുഷപുരാണം ത്വം ദേവശക്യം ഗുണകർമ്മയോനൗ രേതസ്ത്വജായം കവിമാദധേജ തതോ വയം തത്പ്രമുഖാം യദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം നഃ സ്വചക്ഷുഃ പരിദേഹി ശക്ത്യാം ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണം. അതഃ അതുകൊണ്ട് വയം ഞങ്ങൾ തത്പ്രമുഖാ സത്തുക്കളിൽ വെച്ച് പ്രമുഖന്മാരാണ്. അങ്ങ് മഹതാദികളായ തത്വങ്ങളെ സൃഷ്ടിച്ചു. അവയിൽ വെച്ച് ഞങ്ങൾ പ്രമുഖന്മാരാണ്. യദർത്ഥേ യാതൊന്നിനു വേണ്ടിയാണോ ബഭൂവിമ ആത്മൻ കരവാമ കിം തേ. ബഭൂവിമ ഭവിച്ചു, ഉണ്ടായി എന്നർത്ഥം. ബഭൂവ, ബഭൂവതുഹു, ബഭൂഹു എന്നുള്ള ലിറ്റിലെ രൂപമാണ്. ഇതിന്റെ ഉത്തമോക്ഷനാണ്, ബഹുവചനമാണ് ബഭൂവിമ. ആത്മൻ സംബോധനയാണ്, ആത്മസ്വരൂപനായ ഹേ ഭഗവൻ. കിം തേ കരവാം, അങ്ങേക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ത്വം നഃ സ്വചക്ഷു, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനസ്വരൂപമായ കണ്ണാണ്. പരിദേഹി നൽകൂ, ശക്തിയോട്. ഹേ ദേവ, ക്രിയാർത്ഥേ യത് അനുഗ്രഹാണ്. ക്രിയാർത്ഥങ്ങളിൽ യാതൊരുവന്റെ അനുഗ്രഹത്തോടു കൂടിയ ഈ പ്രവൃത്തി നിർവഹിക്കാനുള്ള സ്വചക്ഷു ജ്ഞാനം ത്വം അങ്ങ് പരിദേഹി ഞങ്ങൾക്ക് നൽകൂ എന്നർത്ഥം. കാരണം ഞങ്ങൾക്ക് ഈ പ്രപഞ്ച നിർമ്മാണത്തിന് ഞങ്ങൾ ശക്തരാണ്, പക്ഷെ ഇപ്പം സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഞങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരായി മാറി നിൽക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അതിന് കഴിവുള്ളവരായി തീരണമേ. അതിനു വേണ്ട ജ്ഞാനം അങ്ങ് ഞങ്ങൾക്ക് നൽകണം. ഒന്നിക്കാനുള്ള ജ്ഞാനം, ഒന്നിച്ചു കൂടി ചേരാനുള്ള ഒരറിവ്, അതിൻ്റെ പോരായ്മയാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടവണ്ണം ഒരു സഹകരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ പോരായ്മ പരിഹരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പഞ്ചഭൂതങ്ങൾ ഒന്നായി ചേർന്നെങ്കിൽ മാത്രമേ ഒരു സൃഷ്ടി നടക്കുകയുള്ളൂ. ജലവും അഗ്നിയും വായുവും ഒക്കെ അഞ്ചിടത്തായിട്ടിരുന്നാൽ നടക്കില്ല. ഇത് അഞ്ചും കൂടി ഒന്നിലേക്ക് സമ്മേളിക്കണം. അതിനുള്ള ഒരു കൂട്ടായ്മ, ഇതിനാണ് പ്രാർത്ഥന. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് വെവ്വേറെയാണ്. പക്ഷേ അങ്ങയെ ഭജിക്കാൻ ഞങ്ങളെ ഒന്നിച്ചാക്കി തരണമേ. ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ സേവിക്കാൻ, അങ്ങയെ ഭജിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ദേവസമൂഹം നമ്മൾക്ക് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. തതോ വയം സത്പ്രമുഖായ ദത്തേ ബഭൂവിമ ആത്മൻ കരവാമ കിം തേ ത്വം നഃ സ്വചക്ഷു പരിദേഹി ശക്ത്യാം ദേവ ക്രിയാർത്ഥേ യദനുഗ്രഹാണം. തതഃ സത്പ്രമുഖാഃ വയം യദർത്ഥേ ബഭൂവിമ. ഹേ ആത്മൻ ദേവ, തേ കിം കരവാമ യത് അനുഗ്രഹാണാം ക്രിയാർത്ഥേ സ്വചക്ഷുഃ ശക്ത്യാ ത്വം പരിദേഹി. തതോ വയം സത്പ്രമുഖാ യദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം നഃ സ്വചക്ഷുഃ പരിദേഹി ശക്ത്യാ
ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം തതോ വയം സത്പ്രമുഖായ ദത്തേ ബഭൂവിമാത്മം കരവാമകിം തേ ത്വന്നഫചക്ഷു പരിദേഹി ശക്തിയ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി ചേരാനുള്ള ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങൾ അന്ന് പ്രാർത്ഥിച്ച പോലെ നമുക്കും ഒന്നിച്ചു കൂടി ചേരാനുള്ള പ്രാർത്ഥനയാണ് ഉണ്ടാവേണ്ടതെന്ന് ഈ അധ്യായം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഉപസംഹരിക്കാം. എപ്പോഴും ഞങ്ങൾക്ക് ഒന്നാകണമേ, ഞങ്ങൾ ഒന്നിച്ചു കൂടണമേ, ഞങ്ങളുടെ മനസ്സൊന്നാകണമേ, ഞങ്ങളുടെ ചിന്തയൊന്നാകണമേ എന്നുള്ള ഐകമത്യ സൂക്തത്തിൽ പറയുന്ന പോലെ ഞങ്ങളെ ഒന്നിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ. അഞ്ചായിട്ട് നിന്നാൽ പറ്റില്ല. എന്ത് ചെയ്താൽ ഞങ്ങൾ ഒന്നിക്കും ഞങ്ങൾക്ക് അറിയില്ല. അതിനുള്ള ഒരു ജ്ഞാനം, ഒരറിവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് എന്ന് ദേവസമൂഹം ഭഗവാനോട് പ്രാർത്ഥിക്കലാണ്. തതോ വയം സത്പ്രമുഖായ ദത്തേ ബഭൂവിമാത്മൻ കരവാമകിം തേ ത്വന്നഫചക്ഷു പരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. അങ്ങനെ ഭാഗവത പുരാണത്തിലെ 3-ാം സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം അവിടെ ഉപസംഹരിച്ചു. നമുക്ക് സമയം കുറച്ച് അവശേഷിക്കുന്നതുകൊണ്ട് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. തൃതീയ സ്കന്ധം, അധ്യായം 6. ഋഷിരുവാചാം ഇതി താസാം സ്വശക്തീനാം സതീനാമസമിത്യഥ പ്രസുപ്തലോകതന്ത്രാണാം നിശമ്യഗതിമീശ്വരാം കാലഭഗ്നം തഥാ ദേവീം വിഭ്രച്ഛക്തിമുരുക്രമാം ത്രയോവിംശതി തത്വാനാം ഗണം യുഗപദാവിശത്. ഇത് ഇങ്ങനെ താസാം അവകളുടെ സ്വശക്തീനാം സ്വന്തം ശക്തികളുടെ പതീനാം ഉണ്മ ഉള്ളത് ഇരിക്കുന്ന അസമേത്യ കൂടിച്ചേരാതെ, സമേത്യ കൂടിച്ചേർന്നിട്ട് അസമേത്യ ഒന്നിച്ച് കൂടിച്ചേരാതെ ഇങ്ങനെ താസാം അസതീനാം അശക്തീനാം ഒന്നിച്ചു കൂടിച്ചേരാത്ത സ്വന്തം ശക്തികൾ ഒന്നിച്ചു കൂടിച്ചേരാതെ പ്രസുപ്ത ലോകതന്ത്രാണാം ഉറങ്ങിക്കിടക്കുന്ന ലോകതന്ത്രത്തോടു കൂടിയ പ്രസുപ്ത ലോകതന്ത്രാണാം ഗതിം നിശാമ്യ ഈശ്വര. ഗതിയെ കേട്ടിട്ട് ആ ഈശ്വരൻ, ഉരുക്രമനായ ഈശ്വരൻ, കാലസജ്ഞം തഥാ ദേവീം ബിഭ്രത് ശക്തിം ഉരുക്രമ. കാലമെന്നുള്ള പേരോട് കൂടിയ ആ ശക്തി, ആ ദേവി, തഥാ അപ്പോൾ ബിഭ്രത് ശക്തിം ഉരുക്രമ, ഉരുക്രമനായ ആ ഭഗവാൻ ശക്തിം ബിഭ്രത്, ശക്തിയെ ധരിച്ചു, ഉണ്ട് ആ ശക്തി ഒന്ന് പ്രയോഗിച്ചു. അപ്പൊ ത്രയോവിംശതി തത്വാനാം ഗണം യുഗപദാവിശത്, 23 തത്വങ്ങളുടെ കൂട്ടം യുഗപത് ഒന്നിച്ച് അവിശത് ഒന്നിൽ പ്രവേശിച്ചു. 24 തത്വങ്ങൾ ഒന്നിച്ചു കൂടിച്ചേർന്നു അവിടെ എന്നർത്ഥം. മഹത്തത്വം, അഹങ്കാരം എന്നുള്ള 2 പഞ്ചതന്മാത്രകൾ, പഞ്ചമഹാഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ, ഇത്രയും കൂടി ചേരുമ്പോൾ 23 തത്വങ്ങളായി. മഹത്തത്വം, അഹങ്കാരം എന്ന് 2, പഞ്ചതന്മാത്രകൾ 5, പഞ്ചമഹാഭൂതങ്ങൾ 5, ഏകാദശ ഇന്ദ്രന്മാരുടെ പ്രതിനിധികളായ 11 ഇന്ദ്രിയങ്ങൾ, ഇത്രയും കൂടി ചേരുമ്പോൾ 23 തത്വങ്ങളാകും. ആ 23 തത്വങ്ങളുടെ ത്രയോവിംശതി തത്വാനാം ഗണം കൂട്ടത്തെ യുഗപത് ആവശ്യം ഒരുപോലെ തന്നെ അവിടെ ആവേശിക്കപ്പെട്ടു.
അപ്പൊ ഇങ്ങനെ കൂടിച്ചേരാതിരുന്ന എന്ന ഉണ്മയുണ്ടായ ആ ശക്തികൾ ഉറങ്ങിക്കിടക്കുന്ന ലോകതന്ത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ട്, ഈശ്വരന്റെ ഗതിയെക്കുറിച്ച് കേട്ടിട്ട്, കാലം എന്നു പേരുള്ള അപ്പോൾ ദേവീം ബിഭ്രശക്തിമുരുക്രമ, ഉരുക്രമനായ ഭഗവാൻ കാലമെന്നുള്ള ശക്തിയെ സ്വീകരിച്ചു. കാലം ഒരു ശക്തിയാണ്. അതുകൊണ്ട് ദേവി എന്നതിനെ വിളിക്കുന്നു. ശക്തി സ്ത്രീലിംഗമായതുകൊണ്ട് ദേവിയും സ്ത്രീലിംഗമായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ കാലത്തിൻ്റെ ഒരു പ്രതീകമാണ്. കാലം ഒരു ശക്തിയാണ്. കാലം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. കാലം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. ഇതിനൊക്കെ കാലമാണ്. അപ്പൊ കാലം ഒരു മഹത്തായ ശക്തിയാണ്. കാലം അങ്ങനെയുള്ള ആ കാലഭജ്ഞയെ ബിഭ്രത് ധരിച്ചു എന്നർത്ഥം. എങ്ങനെ? തൻ്റെ കാലമെന്നുള്ള ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് 23 തത്വങ്ങളുടെ കൂട്ടത്തെ ഒന്നിച്ച് താൻ ആവേശിച്ചു. എപ്പോഴാണോ ഭഗവാൻ ഈ 23 തത്വങ്ങളിലേക്കും പ്രവേശിച്ചത്, അപ്പോൾ ഇവകൾ ഒന്നിച്ചു കൂടി. ഇതാണ് സത്യം. ഭഗവാന്റെ ചൈതന്യം ആരുടെ ഉള്ളിലാണോ ഉള്ളത് അവർക്ക് മാത്രമേ ഒന്നിച്ചു കൂടാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ ശക്തി ഉള്ളിലില്ലാത്തവർക്ക് ഒന്നിച്ചു കൂടാൻ പറ്റില്ല. ഇതാണ് ഈ പഞ്ചഭൂതങ്ങളിലെ ദേവന്മാർ നമ്മെ കാണിച്ചു തന്നത്. എപ്പോഴാണോ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് ആവേശിച്ചത്, അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടി. ഈ ഒരു ആകർഷണ ശക്തിയാണ് പഞ്ചഭൂതങ്ങളെ ഒന്നിപ്പിക്കുന്നത്, പ്രകൃതി ഘടകങ്ങളെ ഒന്നിപ്പിക്കുന്നത്, 23 തത്വങ്ങളെ ഒന്നിപ്പിക്കുന്നത്, നമ്മളെ ഒന്നിപ്പിക്കുന്നത്, മാതാപിതാക്കളെ കൂട്ടിച്ചേർക്കുന്നത്, പുത്രന്മാരെയും മാതാപിതാക്കളെയും കൂട്ടിച്ചേർക്കുന്നത്, ഭാര്യാഭർത്താക്കന്മാരെ കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെയെല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തിയുടെ പരിണത ഫലമാണ്. അത് കാലസ്വരൂപമെന്ന ശക്തിയായിട്ട് അതിനെ ഇവിടെ വിളിക്കുന്നു. അങ്ങനെ ആ 11 ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും കൂടിച്ചേർന്ന്, അഹന്തത്വവും മഹത്തത്വവും കൂടിച്ചേർന്ന്, പഞ്ചതന്മാത്രങ്ങൾ കൂടിച്ചേർന്ന് 23 തത്വങ്ങളിലേക്ക് അങ്ങ് ആവേശിച്ചപ്പോൾ, പുരുഷൻ എപ്പോഴാണോ തത്വത്തിലേക്ക് പ്രവേശിച്ചത്, അപ്പോൾ ഇവകൾ ഒന്നിച്ചു കൂടാൻ സന്നദ്ധരായി. അല്ലെങ്കിൽ വേറെ വരെ നിൽക്കുള്ളൂ. ഒന്നിച്ചു കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതി താസാം സ്വശക്തീനാം സതീനാമസമേത്യസാം പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യഗതിമീശ്വരാം കാലസ്വപ്നം തഥാ ദേവീം ബിഭ്രശക്തിമുരുക്രമാം 23 തത്വാനാം ഗണം യുഗപദാവിശത്. ഉരുക്രമഃ സഹ ഈശ്വരഃ ഇതി അസമേത്യ സതീനാം പ്രസുപ്തലോകതന്ത്രാണാം താസാം സ്വശക്തീനാം ഗതിം നിശാമ്യ തഥാ കാലസ്വപ്നാം ദേവീം ശക്തിം 23 തത്വാനാം ഗണം യുഗപദ് ആവിശത്. ഇതി താസാം സ്വശക്തീനാം പതീനാമസമേത്യസാം പ്രസുപ്തലോകതന്ത്രാണാം സാമ്യഗതിമീശ്വരാം കാലസ്വപ്നം തഥാ ദേവീം ബിഭ്രശക്തിമുരുക്രമാം 23 തത്വാനാം ഗണം യുഗപദാവിശത്. ഇതി താസാം സ്വശക്തീനാം പതീനാമസമേത്യസാം പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യഗതിമീശ്വരാം കാലസ്വപ്നം തഥാ ദേവീം ബിഭ്രശക്തിമുരുക്രമാം 23 തത്വാനാം ഗണം യുഗപദാവിശത്. എന്നിങ്ങനെ പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു തത്വം എന്താണ്? കൂടിച്ചേരൽ എന്നുള്ള തത്വം. പലതായി നിന്നാൽ ഒരു കാര്യവും സാധിക്കാൻ പറ്റത്തില്ല. കലിയുഗത്തിൽ
സംഘമാണ് ഏറ്റവും വലിയ ശക്തി. ഒന്നിച്ചു കൂടി ചേരുന്നതാണ് ശക്തി. ഒന്നിച്ചു കൂടിയിരുന്ന് നാമം ജപിക്കുക, ഒന്നിച്ചുകൂടി ഈശ്വര ഉപാസന ചെയ്യുക, ഒന്നിച്ചുകൂടി ഭക്ഷിക്കുക, ഒന്നിച്ചുകൂടി കളിക്കുക, ഇവിടെ എല്ലാം ഒരു ഏകതാനതയുടെ യൗഗപദ്യം, ഒന്നിച്ചു കൂടിച്ചേരൽ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങൾക്ക് ലഭിച്ചപ്പോൾ അവർ സൃഷ്ടിക്കാൻ ശക്തരായി. നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. ഈ ശക്തിയാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. കോനു പ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസുപ്തം കർമ്മ പ്രബോധയൻ. അനുപ്രവിഷ്ട ഭഗവാൻ, ആ ഭഗവാൻ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ചേഷ്ടാരൂപേണ തം ഗണം, ചേഷ്ട എന്നുള്ള രൂപത്തോടെ ആ ഗണത്തെ, ഭിന്നം വേർപിരിഞ്ഞിരുന്ന ഗണത്തെ സംയോജയാമാസ കൂട്ടിച്ചേർത്തു. ഭഗവാൻ എപ്പോഴാണോ ഇവയുടെ ഉള്ളിൽ പ്രവേശിച്ചത്, അപ്പോൾ ചേഷ്ടിച്ചുകൊണ്ട് ഭിന്നങ്ങളായി പ്രവർത്തിക്കുന്ന അവരെ ഒന്നാക്കി തീർത്തു. സംയോജയാമാസ. എങ്ങനെ? സുപ്തം കർമ്മ പ്രബോധയൻ, ഉറങ്ങിക്കിടക്കുന്നവനെ ആ കർമ്മത്തിലേക്ക് ഉണർത്തുന്നത് പോലെ, സുപ്തം ഉറങ്ങിയവനെ ഒരു കർമ്മത്തിലേക്ക് ഉണർത്തുന്നത് പോലെ, പ്രബോധയൻ. അതേപോലെ അങ്ങ് ഈ നന്നായി ഈ ഒന്നിച്ച് ഉള്ള അതിനെ സംയോജയാമാസ, യോജിപ്പിച്ചു. ഇവരഞ്ചും ഒന്നിച്ചു കൂടാൻ തയ്യാറായപ്പോൾ ഭഗവാൻ അവരെ എന്ത് ചെയ്തു? യോജിപ്പിച്ചു, ഒന്നാക്കി മാറ്റി. കോനു പ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം, ചേഷ്ടാരൂപേണ തം ഗണം. ചേഷ്ടയുടെ കർമ്മമാണ്. കർമ്മസ്വരൂപത്തോടെ ആ ഗണം, ഭിന്നമായിരുന്ന ഗണത്തെ സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. അനുപ്രവിഷ്ട ഭഗവാൻ സുപ്തം കർമ്മ ചേഷ്ടാരൂപേണ പ്രബോധയൻ ഭിന്നം തം ഗണം സംയോജയാമാസ. കോനുപ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. കോനുപ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. പ്രബുദ്ധകർമാ ദൈവേന ത്രയോവിംശതികോ ഗണ പ്രേരിതോ അജനയത് സ്വാഭിർ മാത്രാഭിരധിപൂരുഷം. പ്രബുദ്ധകർമ്മ, പ്രബോധിപ്പിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയവരായ അവർ ഭഗവാൻ അകത്ത് കടന്ന് ഒന്നാക്കി സംയോജിപ്പിച്ചപ്പോൾ അവരുടെ ഉള്ളിലുള്ള കർമ്മവാസനകൾ ഉണർന്നു. ദൈവേന, വിധി കൊണ്ട്. അത്രയോവിംശതികോ ഗണ, അത് 23 തത്വങ്ങളുടെ സമൂഹമായി പരിണമിച്ചു. ത്രയോവിംശതികോ ഗണ, ഗണം കൂട്ടം. പ്രേരിതോ അജനയത്, പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് ജനിപ്പിച്ചു. സ്വാഭിഹി മാത്രാഭിഹി അധിപുരുഷം, സ്വകീയമായ മാത്രകളെ കൊണ്ട്, അവരവരുടേതായ തന്മാത്രകളെ കൊണ്ട്, പഞ്ചഭൂതങ്ങളുടെ അവരവരുടെ തന്മാത്ര കൊണ്ട് സ്വാഭിഹി മാത്രാഭിഹി അധിപൂരുഷം, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ശയിക്കുന്ന ഒരു വിരാട് സ്വരൂപത്തെ അജനയത് ജനിപ്പിച്ചു. ഇവിടെ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ ഒരു ശക്തി കൊണ്ട്
സർവപ്രാണികളിലെയും ഉള്ളിലിരുന്ന അദൃഷ്ടം എന്ന ഒരു കർമ്മശക്തി ഉണർന്നു പ്രവർത്തിച്ചപ്പോൾ ഈ 23 തത്വങ്ങളും ഒന്നിച്ചു കൂടി ചേർന്ന് വിരാട് സ്വരൂപം എന്ന ഒരു ശരീരത്തെ ആകൃതി സൃഷ്ടിച്ചു ഉണ്ടാക്കിയെടുത്തു. പ്രബുദ്ധകർമാദേവേനാം ത്രയോവിംശതികോ ഗണാം പ്രേരിതോ അജനയത്വാഭിപൂരുഷം. ദൈവേന പ്രബുദ്ധകർമ്മ പ്രേരിതഃ ത്രയോവിംശതികഃ ഗണഃ സ്വാഭിഃ മാത്രാഭിഃ അതിപൂരുഷം അജനയത്. പ്രബുദ്ധകർമാദേവേന ത്രയോവിംശതികോ ഗണാം പ്രേരിതോ അജനയത് സ്വാഭിർമാത്രാഭിരധിപൂരുഷം. പ്രബുദ്ധകർമാദേവേന ത്രയോവിംശതികോ ഗണാം പ്രേരിതോ അജനയത് സ്വാഭിർമാത്രാഭിരധിപൂരുഷം. പരേണ വിശദാസ്മിന്മാത്രയാ വിശ്വസർഗണാം ചുക്ഷോഭാന്യോന്യമാഫദ്യ യസ്മിൻ ലോകാശ്ചരാചരാഃ. പരേണ വിശദ, അപരനായ ഈശ്വരനാൽ വിശദാം പ്രവേശിപ്പിക്കപ്പെട്ട സ്വസ്മിൻ തന്നിലുള്ള മാത്രയാ വിശ്വസർഗണ തൻ്റെ തന്നെ ഉള്ളിലുള്ള മാത്ര കൊണ്ട്, മാത്ര കാലത്തിൻ്റെ ഒരു അംശമാണ്, ആ മാത്ര കൊണ്ട് വിശ്വസർക്കിൻ്റെ ഗണത്തെ ചുക്ഷോഭ അന്യോന്യമാഫദ്യ, ചുക്ഷോഭ ക്ഷോഭിപ്പിച്ചു, അന്യോന്യമാഫദ്യ യസ്മിൻ ലോകാശ്ചരാചരാഃ. അങ്ങനെ ക്ഷോഭിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യാതൊന്നിൽ ചരാചരങ്ങൾ ഈ ലോകങ്ങൾ ഇരിക്കുന്നുവോ അത് അങ്ങയുടെ സ്വരൂപത്തിൽ ചരങ്ങളും അചരങ്ങളുമായി ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രതീകമാണ് ഈ വിരാട് പുരുഷൻ. ഈ തത്വഗുണങ്ങളാണ് വിരാട് പുരുഷനായി പരിണമിച്ചത്. കാരണം ഈശ്വരനുള്ള ആ തന്മയത്വം കൊണ്ട് തത്വഗണത്തിലേക്ക് പ്രവേശിച്ച് ആ തത്വങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് തൻ്റെ അംശമായി വിരാട് സ്വരൂപത്തെ നിർമ്മിച്ച് ആ സ്വരൂപത്തിൽ ചരാചരങ്ങളായ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് ആദ്യത്തെ സൃഷ്ടിയുടെ സ്വരൂപത്തെ ഒന്ന് വിവരിക്കാൻ. പരേണ വിശദാസ്മിൻ മാത്രയാ വിശ്വസർഗണാം ചുക്ഷോഭാന്യോന്യമാഫദ്യസ്മിൻ ലോകാശ്ചരാചരാഃ. സ്വസ്മിൻ മാത്രയാ വിശതാം പരേണ വിശ്വസർഗണഃ അന്യോന്യം ആഫദ്യ ചുക്ഷോഭ യസ്മിൻ ചരാചരാഃ ലോകാഃ. പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസർഗണാം ചുക്ഷോഭാന്യോന്യമാഫദ്യസ്മിൻ ലോകാശ്ചരാചരാഃ. പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസർഗണാം ചുക്ഷോഭാന്യോന്യമാഫദ്യ യസ്മിൻ ലോകാശ്ചരാചരാഃ. ഇവ ഈ 23 തത്വങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്നപ്പോൾ ഭഗവാന്റെ പ്രേരണ കൊണ്ട്, ശക്തി കൊണ്ട് പലതായി കിടന്ന തങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്നപ്പോൾ അങ്ങനെയുള്ള ആ തങ്ങളുടെ അംശം കൊണ്ട് ഈ വിശ്വസൃഷ്ടിന്റെ ഗണങ്ങളെ, തത്വസമൂഹത്തെ പരസ്പരം ആഫദ്യ കൂട്ടിച്ചേർത്തിട്ട് അങ്ങ് ചുക്ഷുഭേ ഒന്ന് ക്ഷോഭിച്ചു, ഒന്നിളകി. കാരണം ഇതൊരു കർമ്മമാണ്. ആ കർമ്മം കൊണ്ട് വേണം ഇവയെ എന്ത് ചെയ്യാൻ? ഒന്നിപ്പിക്കാൻ. അങ്ങനെ ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു ചലനം, അത് ഒരു വലിയ സംഭവബഹുലമായ തത്വമായി പരിണമിച്ചു.
അതിനെയാണ് നോട്ടം കൊണ്ട് ക്ഷോഭിപ്പിച്ചത് എന്നിങ്ങനെ ലോകങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് വിവരിച്ചത്. പരേണ വിശദാസ്മിൻ മാത്രയാ വിശ്വസർഗണം ചുക്ഷോഭാന്യോന്യമാഫദ്യസ്മിൻ ലോകാശ്ചരാചരാഹം. സ്വസ്മിൻ മാത്രയാ വിശദ പരേണ വിശ്വസർഗണഃ അന്യോന്യമാഫദ്യ ചുക്ഷോഭ യസ്മിൻ ചരാചരാഃ ലോകാഃ. പരേണ വിശദാസ്മിൻ മാത്രയാ വിശ്വസർഗണം ചുക്ഷോഭാന്യോന്യമാഫദ്യ യസ്മിൻ ലോകാശ്ചരാചരാഹം. പരേണ വിശദാസ്മിൻ മാത്രയാ വിശ്വസർഗണം ചുക്ഷോഭാന്യോന്യമാഫദ്യ യസ്മിൻ ലോകാശ്ചരാചരാഹം. ആ സൃഷ്ടിക്രമത്തിന്റെ ഈ ആദ്യത്തെ ഭാഗം. ഇനി അങ്ങോട്ട് അവയുടെ വിശദമായ സ്വരൂപത്തിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത പുസ്തകം മാറ്റിവെക്കാം. ഇവിടെ സൃഷ്ടിയുടെ ഒരു ഭാഗം ഉപസംഹരിച്ചിട്ട് അടുത്ത മറ്റൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ക്ഷോഭമാണ് സൃഷ്ടിക്ക് കാരണം എന്ന്, ഒരു ആഘാതമാണ്, ഒരു സ്ഫോടനമാണ് സൃഷ്ടിക്ക് കാരണം എന്ന് അടുത്ത കാലങ്ങളിൽ പാശ്ചാത്യ ലോകം കണ്ടെത്തി പല തിയറികളായി നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാം, നമ്മൾ കേൾക്കുന്നു. അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിമാർ ഈ തിയറി കണ്ടെത്തി ഈ ഒരു ആഘാതം ഇതെവിടെ നിന്നുണ്ടായി? അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി, പുറമേ നിന്നല്ല. ആ ഉള്ളിലുണ്ടായ ശക്തിയാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ചു മാറുന്നത് എന്ന് ഋഷി താത്വികമായും ശാസ്ത്രീയമായും പ്രപഞ്ച സൃഷ്ടിയെ വിശകലനം ചെയ്താണ്. ബാക്കി നമുക്ക് അധ്യക്ഷെടുക്കാം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം എന്ന പുസ്തകം എല്ലാവരുടെയും കയ്യിലെത്തിക്കാണും. അത് നിങ്ങൾ എല്ലാവരും വാങ്ങുക എന്നുള്ളതിൽ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പൈസ വാങ്ങിയും സമ്മാനമായും ബഹുമാനപൂർവകമായും ഒക്കെ ഈ പുസ്തകം നൽകാവുന്നതാണ്. ഈ പുസ്തകം എത്രയും സജ്ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത് ഭാഗവത ഉപാസകന്മാരായ നിങ്ങളുടെ കടമയാണ്. നിങ്ങളത് ഏറ്റെടുത്ത് സ്വയം ചെയ്യുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൂടാതെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ അത് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഈ കിട്ടിയ പുസ്തകത്തെക്കുറിച്ചോ ഈ വരാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ ആശയങ്ങളോ പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിലിടാം, അത് പറയാം. വേണ്ട പരിഹാരങ്ങൾ അപ്പം തന്നെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമേ, ഇപ്പം പറഞ്ഞു പോയതാണ്, നമുക്ക് ഈ ഗ്രന്ഥം എന്ന സൃഷ്ടി നടക്കുകയുള്ളൂ. അതിന് അവരവരാൽ കഴിയുന്നത് സഹായങ്ങൾ, ഇതേ ഉള്ളൂ. എന്താണ്? വായിച്ചു നോക്കുക. എന്തെങ്കിലും വിട്ടുപോയതോ പോരായ്മകളോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകളെ ഉപസംഹരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.